കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും ഇനി മുതൽ ഓൺലൈനിലായിരിക്കുകയാണ്. അതിനായി ആദ്യമായി പ്ലേ സ്റ്റോറിൽ പോയി കെ-സ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഞാൻ ഓൾറെഡി കെ-സ്മാർട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് കെ-സ്മാർട്ട് എന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ പേജാണ് വരുന്നത്. ഈ പേജിൽ നിന്നും നിങ്ങൾക്കൊരു പരാതി ഒരു ലോക്കൽ ബോഡിക്ക് എന്ന് വിചാരിക്കുക. ഗ്രിവൻസ് സർവീസ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പരാതി, ഇപ്പോൾ നിങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റ് എത്തുന്നില്ല, അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടുന്നില്ല, അല്ലെങ്കിൽ റോഡിൻ്റെ കുഴിയുണ്ട്, അല്ലെങ്കിൽ സ്ട്രീറ്റ് അങ്ങനെ തുടങ്ങിയ ഏത് പരാതി, 150ഓളം സർവീസുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഏത് പരാതി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനാദ്യമായി സബ്ജക്റ്റ് എന്ന് പറയുന്ന ഇതാണ് വരുന്നത്. അതിനകത്ത് കുറേ അധികം പാലങ്ങൾ, ബേണിംഗ് പ്ലാസ്റ്റിക്, അങ്ങനെ പറഞ്ഞ കുറേ അനവധി ക്രിമിനേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ, ഡ്രിങ്കിങ് വാട്ടർ സംബന്ധിച്ച് ഉണ്ടോ, അങ്ങനെ എൻക്രോച്ച്മെൻറ്റ്, അങ്ങനെ ഒട്ടനവധി സർവീസുകൾ ഇവിടെ ഉണ്ട്. ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ വേസ്റ്റ് ഡംപിങ്ങിൻ്റെ ഒരു സർവീസാണ് ഞാൻ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണുണ്ട്. ഈ രണ്ട് സർവീസ് വേസ്റ്റ് മാനേജ് ഏതാണ് പരാതി അതവിടെ കൊടുത്ത് അടുത്ത് പ്രൊസീഡ് വരും. പ്രൊസീഡ് വരുമ്പോൾ റെഫറൻസ് ഫയൽ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നെല്ലടിക്കാം. നമ്മുടെ മാറ്റർ ഓഫ് ഗ്രീവൻസ് എന്ന് പറയുന്ന ഒരു പേജ് വരും. അവിടെ എന്താണ് മാറ്റർ എന്ന് നമ്മൾ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ പരാതി എന്താണെന്നുള്ളത്. ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് പബ്ലിക് പ്ലേസ് നിയർ മൈ ഹോം. ഇത്രയും ടൈപ്പ് ചെയ്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്കിപ്പോൾ ഏത് ലോക്കൽ ബോഡിയിലേക്കാണ് പരാതി അയക്കുന്നത്, നമ്മുടെ ഈ വേസ്റ്റ് കിടക്കുന്ന ഏത് ലോക്കൽ ബോഡിക്കകത്താണെന്നുള്ളത് വരും. ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുക. എറണാകുളമാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ലോക്കൽ ബോഡി ഏതാണെന്നുള്ളത് മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്താണോ കോർപ്പറേഷൻ ആണെന്ന് വരും. ഞാൻ മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്തു. അടുത്ത ലോക്കൽ ബോഡി നെയിമാണ്. ലൊക്കേഷൻ അഡ്രസ്സ്, നമ്മളിവിടെ ലൊക്കേഷൻ നമ്മളെവിടെയാണോ ഇതുള്ളത് അവിടുത്തെ അഡ്രസ്സ് അയച്ചു കൊടുക്കുക. ഇതാണ് ഞാൻ ഫോട്ടോ എടുക്കുകയാണ്. ആ ഫോട്ടോ അവിടെ വന്നു. ഈ അടുത്ത പേജ് വരുമ്പോൾ നമ്മൾ നിലവിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും പ്രിവ്യൂ വരും. ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത് ഒന്നുകൂടി കറക്റ്റ് ആക്കാം ഈ ആപ്ലിക്കേഷൻ. ഇനി നമുക്കിവിടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ലൊക്കേഷനിലേക്ക് പോകാം. ഇൻഫർമേഷൻ ഹാസ് ബീൻ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് ടു ബി ആക്യുറേറ്റ്. അവിടെ ടിക്ക് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു. ഇവിടെ ഒരു എഗ്രി ചോദിക്കുന്നുണ്ട്. ഇത് നമ്മളത് എഗ്രി ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അക്നോളജ്മെൻറ്റ് വന്നു. ഇതാണ് എൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ. PGRG 000113117 എന്നുള്ള നമ്പർ, ആപ്ലിക്കേഷൻ ടിമ്പിൾ IPS കോൺടാക്ട് നമ്പർ. എൻ്റെ നമ്പർ ഫെച്ച് ചെയ്ത് വന്നു. ഡേറ്റ് 19/4/25 4:49 ഇത് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇതിനി ഈ പരാതി ഇനി കൺസേൺഡ് മുനിസിപ്പൽ ഓഫീസിൽ ആരാണോ പരിശോധിക്കുന്ന ഹെൽത്ത് ഓഫീസറാണ്, ഹെൽത്ത് ഓഫീസറുടെ ലോഗിനിൽ ചെല്ലുക. അദ്ദേഹം ഇത് വന്ന് പരിശോധിക്കുക. അതിനുള്ള റെമഡി ഇത് റിമൂവ് ചെയ്ത് ചെയ്യോ, അല്ലെങ്കിൽ ഇതിനുള്ള സിസ്റ്റം ഉണ്ടാക്കുകയാണ് അതിനുള്ള റെമഡി. അത് അവർ കൃത്യമായിട്ട് നടപടി സ്വീകരിച്ചിട്ട് തന്നെ ഈ എൻ്റെ ലോഗിനിൽ തന്നെ എനിക്ക് മറുപടി തരും. അപ്പോൾ എനിക്ക് 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ അതിൻ്റെ മറുപടിയും കാണാൻ പറ്റും. ഓക്കെ, നമ്മളും സ്മാർട്ടാകുന്നു. കെ-സ്മാർട്ടിലൂടെ കേരളം കൂടുതൽ സ്മാർട്ടാകും.